ചെന്നൈയും ലക്നൌവും ഒരു പിച്ചിൽ തന്നെയാണ് ഇന്ന് കളിച്ചത്. ചെന്നൈ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് 176 റൺസ് എടുത്തത്. എന്നാൽ ലക്നൌ ഈസി ആയിട്ട് ആ ടാർഗറ്റ് മറികടന്നു. ചെന്നൈ ബൗളേഴ്സ് എത്ര ശ്രമിച്ചിട്ടും ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചില്ല. 134 റൺസിലാണ് അവരുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. എന്തുകൊണ്ടാണ് ചെന്നൈക്ക് മാത്രം ഇങ്ങനെ ബൗൾ ചെയ്യാൻ സാധിക്കാത്തത്? ലക്നൌ എങ്ങനെ ഈസി ആയിട്ട് റൺസ് എടുക്കുന്നു? ഇപ്പോഴിതാ കളി തോറ്റ ശേഷം ധോണി അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ജയിക്കുമെന്നായിരുന്നു കരുതിയത്. മികച്ചൊരു ടാർഗറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ കളി എവിടെയാണ് പിഴച്ചതെന്ന് വ്യക്തമല്ല. ബൗളേഴ്സ് എത്ര ശ്രമിച്ചിട്ടും വിക്കറ്റ് നേടാൻ സാധിക്കുന്നില്ല. ഈ പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമാണ്. സെക്കൻഡ് ബാറ്റിങ്ങിൽ പിച്ചിന്റെ സ്വഭാവം മാറി. അതാണ് ഞങ്ങൾക്ക് പണിയായത്. ഞങ്ങളെ ബൗളേഴ്സ് എത്ര എറിഞ്ഞാലും വിക്കറ്റ് കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പിച്ചിന്റെ സ്വഭാവം മാറിയതുകൊണ്ട് ലക്നൌവിനെ ഈസി ആയിട്ട് റൺസ് എടുക്കാൻ സാധിച്ചു. അതുമാത്രമാണെന്ന് കളി തോൽക്കാൻ കാരണമായത്. അല്ലാതെ ഞങ്ങളുടെ ബൗളേഴ്സിന്റെ കുറ്റമല്ല. ഒരു പക്ഷേ ഇന്ന് ഞങ്ങളാണ് സെക്കൻഡ് ബാറ്റ് ചെയ്തതെങ്കിൽ ഈസി ആയിട്ട് ഞങ്ങൾ കളി ജയിച്ചേനെ. അതുപോലത്തെ പിച്ചായിരുന്നു ഇന്നത്തേത്. കളി തോറ്റതിൽ നിരാശയുണ്ട്. പക്ഷേ തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് MS ധോണി വ്യക്തമാക്കി. ചെന്നൈ ആരാധകർ നിരാശയിലാണ്. ഇനി അങ്ങോട്ട് തുടർ വിജയങ്ങൾ ചെന്നൈക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. ഇന്ന് ലക്നൌവുമായി ഈസി ആയിട്ട് ജയിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ രാഹുലും ഡിക്കോക്കും അടിച്ചു കളിച്ചു. അവരുടെ ഒരു വിക്കറ്റ് നേടാൻ ചെന്നൈ ടീമിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ചെന്നൈയുടെ പരാജയ കാരണവും. പക്ഷേ ധോണി പറയുന്നത് പിച്ചിന്റെ കുഴപ്പമാണെന്നാണ്. കഴിഞ്ഞ മാച്ചിൽ വരെ CSK മികച്ച ബൗളിംഗാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇന്ന് CSK ടീമിനെ ആ ബൗളിംഗ് പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ചെന്നൈ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.